ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ചോറിനും കഞ്ഞിക്കും ഒക്കെ സൈഡായിട്ട് നാടൻ രുചിയിൽ പച്ചക്കായും വൻപയറും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള 2 പച്ചക്കായാണ്. ഇതിപ്പോൾ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ 1/2 കപ്പ് വൻപയർ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള വൻപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയർ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചാൽ മതി. ആ സമയം കൊണ്ട് പയർ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ടാവും. പ്രഷറൊക്കെ പോയിട്ട് കുക്കർ തുറന്ന് നോക്കിയാൽ ഇതുപോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പയർ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, എന്നാൽ ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളവും ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കായ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചാൽ മതി. ആ സമയം കൊണ്ട് തന്നെ പച്ചക്കായും പയറൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നോളും. കായൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് ചിരുവിയ തേങ്ങ, 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു ഐറ്റം മുളക് ഉള്ളത് കൊണ്ട് ഞാൻ അതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 2 കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അരിഞ്ഞു പോവണ്ട, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പച്ചക്കായും പയറും കൂടി ചേർത്ത് കൊടുക്കാം. കായും പയറും വേവിച്ചതിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചിട്ട് വേണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഈ പാൻ ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് വെച്ചാൽ തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നോളും. അപ്പോൾ നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റെങ്കിലും വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കത് ചോറിൻ്റെയും കഞ്ഞിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ളൊരു ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.